എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ അടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. നമ്മൾ ഈവനിങ്ങിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ ഇതിന് വെളിച്ചെണ്ണയൊന്നും വേണ്ട, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഈ അട തന്നെ പലതരത്തിലുള്ളതുണ്ടല്ലോ. ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള അട ഉണ്ടാക്കാം. പിന്നെ ഏത്തപ്പഴം വെച്ച് അതും വരട്ടി അല്ലെങ്കിൽ വേവിച്ച് അങ്ങനെയും അടയുണ്ടാക്കാം. വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുണ്ടാക്കാം. ചക്കയാണെങ്കിലും ആ സീസണിൽ നമ്മൾ ചക്ക വരട്ടി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നെ നമുക്ക് അടയുണ്ടാക്കാം. അതുപോലെ തന്നെയാണ് പഴവും. പിന്നെ ഇതിപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള അടയുണ്ടാക്കും. വത്സൻ എന്നൊക്കെ ചില സ്ഥലത്ത് പറയും. വത്സനട. ഇത് ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൂവാട എന്നൊക്കെ പറയില്ലേ, അത് ഓണത്തിൻ്റെയൊക്കെ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓണം കൊള്ളാനായിട്ട് ഈ അട ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് അവലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ജീരകമോ അല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചതോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരും. ഇത് കല്ലില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഉരുക്കി അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലപോലെ പാകം വന്ന ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് അവിലാണ്, നല്ല ചുമന്ന അവിൽ. ഇത് കുറച്ചൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് കുതിർത്തി വെക്കണം. അവിൽ നമ്മൾ കുറച്ച് വെള്ളം തളിച്ചൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിരുന്ന ഏത്തപ്പഴം തൊലി കളഞ്ഞ് 4 പൊളിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 3 ഏലക്കായ അതിൻ്റെ ഉള്ളിലത്തെ കുരു പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് 1 കപ്പ്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് വേണം ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമുക്ക് ഇപ്പം ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാം, അല്പം കൂടെ ലൂസാക്കാം. എന്നിട്ട് കുഴച്ചവിടെ മാറ്റി വയ്ക്കാം. ഗോതമ്പ് മാവിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം അല്പം ഒഴിച്ച് കുഴയ്ക്കണം. ചെറു ചൂടുവെള്ളമാണ്. ഗോതമ്പ് മാവ് ഇവിടെ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തി മാവിനേലും കുറച്ചും കൂടെ വെള്ളമുണ്ട്, കുറച്ചും കൂടെ ലൂസായിട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൈമൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊന്ന് കൈമുക്കി ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കണം. ആ നെയ്യിൽ കിടന്ന് ഇതൊന്ന് നല്ലപോലെ നെയ്യൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വെന്ത് വരണം ചെറുതായിട്ട്. കണ്ടോ, നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് പഴം. ഞാൻ ഇത് വെച്ച് തന്നെ ഈ മരത്തവി തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഞാൻ പറഞ്ഞു കല്ലില്ലാത്ത ശർക്കരയാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി
അരിച്ചെടുക്കണം. ശർക്കര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ആ പഴവുമായിട്ട് നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അവിൽ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിലും ഇപ്പോൾ അവിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ശർക്കരയും തേങ്ങയും പഴവും മാത്രമായാലും മതി. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് വയ്ക്കാനുള്ളതാണ്. ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നിളക്കി യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഒന്ന് തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഇലയൊന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തു. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മടക്കാനൊക്കെ എളുപ്പമുണ്ടാവും. കണ്ടോ? നല്ല പോലെ പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കി, വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കാം. ഇങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത്. ആവി കയറ്റാനായിട്ട് ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിൽ ഇങ്ങനെ വയ്ക്കാം. പരത്തി നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ടിങ്ങനെ മടക്കി കൊടുക്കണം. ഈ വശവും ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ, ഇപ്പം 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മുടെ ഒരു ഇഡലിത്തട്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ താമസിക്കും. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ സമയം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് ഫുള്ളായിട്ടില്ല, ഒരു 9 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പാകമായിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഞാൻ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഉള്ളിൽ ഫില്ലിങ് കണ്ട, നല്ല ടേസ്റ്റിയാണ്. അട ഉണ്ടാക്കിയത് കണ്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് വേണം ഫീഡ്ബാക്ക് അറിയിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം.
അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.